യു ഹാവ് ടു സേവ് യുവർ മെനിസ്കസ് വെൻ എവർ പോസിബിൾ. മെനിസ്കൽ ഇഞ്ചുറി ഉണ്ടായി കഴിയുമ്പം എത്രത്തോളം മെനിസ്കസിനെ സേവ് ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം തന്നെ മെനിസ്കസിനെ സേവ് ചെയ്ത് നിർത്തുക തന്നെ വേണം. മെനിസ്കൽ ഇഞ്ചുറിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് ആണ്. അപ്പോൾ വേണ്ട രീതിയിൽ പ്രിക്കോഷൻ എടുത്തിട്ട് ഈ മെനിസ്കൽ ഇഞ്ചുറിയെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ തേയ്മാനം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെൻ എവർ യു ആർ ഡീലിംഗ് വിത്ത് മെനിസ്കൽ ഇഞ്ചുറി, മെനിസ്കൽ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ സർജിക്കൽ കാര്യങ്ങളും അതുപോലെ തന്നെ സർജറിക്ക് ശേഷമുള്ള റീഹാബും ചെയ്യാനായിട്ട്. കാരണം മെനിസ്കസ് നിങ്ങളുടെ ഫംഗ്ഷണലായിട്ടുള്ള എബിലിറ്റി മാത്രമല്ല, മുട്ടിൻ്റെ ഓവറോൾ ഫംഗ്ഷനെ അത് മാനേജ് ചെയ്യുന്നുണ്ട്. മെനിസ്കസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ഒരു കാർട്ടിലേജിനസ് സ്ട്രക്ചറാണ്. ഒരു സി ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു ക്രസൻറ്റ് ഷേപ്ഡ് കാർട്ടിലേജിനസ് സ്ട്രക്ചറാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പൻസ് ദ ടിബിയൽ പ്ലാറ്റു. ടിബിയൽ പ്ലാറ്റുവിനെ ഡീപ്പൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഷോക്ക് അബ്സോർപ്ഷൻ, നിങ്ങളുടെ മുട്ടിലുണ്ടാകുന്ന ഷോക്കിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഓവറോൾ സ്റ്റെബിലിറ്റി, മുട്ടിന് ഓവറോൾ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടും മെനിസ്കസിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോള് തന്നെയുണ്ട്. ഇവിടെ ഷോക്ക് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ട്രാൻസ്മിറ്റ് ദ ലോഡ് ത്രൂ ഔട്ട് ദ ജോയിൻറ്റ്. ഈ മുട്ടിൽ വരുന്ന ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെനിസ്കസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെനിസ്കസിൽ ഇഞ്ചുറി ഉണ്ട് എങ്കിൽ നിങ്ങൾ കൂടുതൽ വെയിറ്റ് ബിയറിങ് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായിട്ട് വെയിറ്റ് എടുക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഏതൊക്കെ കണ്ടീഷനിൽ മുട്ടിലേക്ക് കൂടുതൽ ലോഡ് വന്നാലും മെനിസ്കസിനെ സ്ട്രെയിൻ ചെയ്യാം അല്ലെങ്കിൽ മെനിസ്കസിലേക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതേ മെനിസ്കസ് തന്നെയാണ് ഈ രണ്ട് എല്ലുകൾക്കും ഇടയിൽ, മുട്ടിലുള്ളിലെ രണ്ട് എല്ലുകൾക്കും ഇടയിൽ ഒരു കോണ്ടാക്ട് ഏരിയ ആയിട്ട് നിലകൊള്ളുന്നത്. രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ഈ കാർട്ടിലേജിന് ബിറ്റ്വീൻ ആയിട്ട് തന്നെ നിലനിൽക്കുന്നത് ഇതേ രീതിയിൽ കട്ടിയുള്ള ഒരു മെനിസ്കസ് ആണ്. അപ്പോൾ ഈ മെനിസ്കസിന് ടിയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരിട്ട് ലോഡ് ഒരുപക്ഷെ കാർട്ടിലേജിലേക്ക് പോകാം. അങ്ങനെ സ്ഥിരമായിട്ട് കാർട്ടിലേജിലേക്ക് ലോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാർട്ടിലേജിൽ തേയ്മാനം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ സിവിയർ സ്റ്റേജ്. മുട്ടിൽ തേയ്മാനം ഉണ്ടാവും. അങ്ങനെ മുട്ടിന് തേയ്മാനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഇഞ്ചുറി ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ തേയ്മാനം ഉണ്ടാകുന്നത് കൊണ്ട് അത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതായത് ടോട്ടൽ നീ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറിയിലേക്ക് ഒരു പക്ഷേ ഈ ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ വന്നെത്തിച്ചേരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മെനിസ്കസിനെ പറ്റി പറയുമ്പോൾ മെനിസ്കസിൽ തന്നെ മീഡിയൽ ആൻഡ് ലാറ്ററൽ മെനിസ്കസ് ഉണ്ട്. മീഡിയൽ മെനിസ്കസ് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് ലാറ്ററൽ മെനിസ്കസ് റൊട്ടേഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ലിഗമെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ലിഗമെൻറ്റ് മാത്രമല്ല അവിടെ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, മെനിസ്കസിനും സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ടൊരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ ACL ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അബ്നോർമൽ മൂവ്മെൻറ്റ്സ് കാരണം ഒരു പക്ഷേ കോമൺ ആയിട്ട് തന്നെ മെനിസ്കസിലും ഡിസ്റ്റർബൻസസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മെനിസ്കൽ ഇഞ്ചുറി ഒന്നുമില്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ACL സർജറിയെ അല്ല അപ്രോച്ച് ചെയ്യരുത്. കാരണം ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള മെനിസ്കൽ ഡിസ്റ്റർബൻസസും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ ഒന്നും നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടില്ല ഇതുവരെയെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്തിട്ട് ഈ ലിഗമെൻറ്റിലും മെനിസ്കസിലും ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വളരെ ചെറിയൊരു പ്രോബ്ലം ആയിരിക്കാം, അത് പ്രോപ്പറായ ടൈമിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് ഡയഗ്നോസിസ് കൺഫേം ചെയ്യണം. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ മീഡിയൽ ആൻഡ് ലാറ്ററൽ മെനിസ്കസിനെ പറ്റി പറയുമ്പോൾ രണ്ട് മെനിസ്കസിനും അതിൻ്റേതായ സോൺസ് ഉണ്ട്. സോൺസ് ഓഫ് ദ മെനിസ്കസ് എന്ന് പറയും. അപ്പോൾ ഈ സോൺസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മെനിസ്കസിനെ റിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്താൽ മതിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഇതിൻ്റെ റിക്കവറി എന്ന് പറഞ്ഞാലും ഈ സോൺ അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. മെനിസ്കൽ റിപ്പയർ കൂടുതലായിട്ടും നടത്തുന്നത് സോൺ 4-ലാണ്. അപ്പോൾ സോൺ 4-ലൊക്കെയാണ് ഇഞ്ചുറി ഉള്ളെങ്കിൽ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പക്ഷേ മെനിസ്കൽ റിപ്പയർ സർജറി തന്നെ ചെയ്യേണ്ടി വരാം. ഇവിടെ മീഡിയൽ മെനിസ്കസിനെ 5 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 5 പ്രധാനപ്പെട്ട ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലാറ്ററൽ മെനിസ്കസിനെ പറ്റി പറയുമ്പോൾ ലാറ്ററൽ മെനിസ്കസിന് 6 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അനാട്ടമിക്കൽ സ്റ്റഡീസ് പറയുന്നത് ലാറ്ററൽ ടിബിയോ പ്ലാറ്റുവിൻ്റെ 75 തൊട്ട് 93% വരെയാണ് ലാറ്ററൽ മെനിസ്കസ് കവർ ചെയ്യുന്നത് എന്നാണ്. ഇവിടെ ടിബിയൽ പ്ലാറ്റുവിലേക്കാണ് മെനിസ്കസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ വെറുതെ ടിബിയൽ പ്ലാറ്റുവിൽ അങ്ങനെ വെച്ചിരിക്കുകയല്ല, അതിനിടയിലും ലിഗമെൻറ്റ്സ് ഉണ്ട്. ഈ ലിഗമെൻറ്റ്സ് ആണ് ആ മെനിസ്കസിനെ ശരിയായ രീതിയിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. പലപ്പോഴും ചില ലിഗമെൻറ്റ്സിൻ്റെ ഒക്കെ യൂസ് എന്താണെന്ന് പോലും ഡിറൈവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മെനിസ്കസിനെ അറ്റാച്ച് ചെയ്യാനും ലിഗമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ്സ് മുട്ടിൽ നടക്കുമ്പോൾ ആ മൂവ്മെൻറ്റ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം കാരണം അവിടെ ഒരു പക്ഷേ മെനിസ്കൽ ലിഗമെൻറ്റ്സിലും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ മെനിസ്കസ് ടിബിയൽ പ്ലാറ്റോയിൽ ഉറച്ച് നിൽക്കാത്തൊരു സിറ്റുവേഷൻ വരും. മെനിസ്കസ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും മെനിസ്കസിനെ കറക്റ്റായിട്ട് പൊസിഷനിൽ
ബാലൻസ് ചെയ്ത് നിർത്തണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ മെനിസ്കൽ ടിയറിന് മാത്രമല്ല സർജറി വേണ്ടത്, മെനിസ്കസിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും നമുക്ക് ഉറപ്പിച്ച് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ അതിനും പല രീതിയിലുള്ള സർജിക്കൽ ടെക്നിക്സ് ചെയ്യാറുണ്ട്. ഇവിടെ മീഡിൽ ആൻഡ് ലാറ്ററൽ മെനിസ്കസിനെ പറ്റി പറയുമ്പോൾ ലാറ്ററൽ മെനിസ്കസിനാണ് മീഡിൽ മെനിസ്കസിനെക്കാട്ടിൽ കൂടുതൽ മൊബിലിറ്റി ഉള്ളത്. ഇനി മെനിസ്കസിനെ പറ്റി പറയുമ്പോൾ മെനിസ്കസിനൊരു റൂട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ടിലാണ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ പ്രിസർവേഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ മെനിസ്കൽ റൂട്ട് പ്രിസർവ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് മെനിസ്കൽ റൂട്ടിൽ ഇഞ്ചുറി ഒന്നും ഇല്ലെങ്കിൽ അവിടെ മെനിസ്കസ് ഏറെക്കുറെ പ്രിസർവ്ഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവൽഷൻ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ, മെനിസ്കൽ റൂട്ടിൻ്റെ അവൽഷൻ ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ അവിടെ പല രീതിയിലുള്ള ഫോഴ്സുകൾ മുട്ടിൽ സംഭവിക്കുമ്പം ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ആ മുട്ടിൻ്റെ മെനിസ്കസിന് കഴിയണം എന്നല്ല. അതായത് ഈ കംപ്രസീവ് ഫോഴ്സിനെ ഒരു ഹൂപ്പ് സ്ട്രെസ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നത് മെനിസ്കസ് ആണ്. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള പൈപ്പ് പോലെയുള്ള സ്ട്രക്ചേഴ്സിനുള്ളിൽ നടക്കുന്ന ഒരു സ്ട്രെസ്സാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് മുട്ടിൽ നടക്കുമ്പോൾ പല രീതിയിലുള്ള സ്ട്രെസ്സിനെ ഇത് കൺവേർട്ട് ചെയ്ത് വേറൊരു രീതിയിലുള്ള സ്ട്രെസ്സായിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഒരു പക്ഷേ മെനിസ്കസിലേക്ക് കൂടുതലായിട്ട് പ്രഷർ പോവുകയും അതിനുശേഷം കാർട്ടിലേജിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ദ മെനിസ്കൽ ഇഞ്ചുറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെനിസ്കൽ സർജറിയിലും അതുപോലെ തന്നെ മെനിസ്കൽ റീഹാബിലിറ്റേഷൻ ജേർണിയിലും റീഹാബ് പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഏരിയ ഓഫ് ദ മെനിസ്കസ് കണ്ടുപിടിച്ചതിന് ശേഷം അതനുസരിച്ചിട്ട് റീഹാബ് പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ട്രെസ്സാണോ ആ ഒരു മെനിസ്കസിൻ്റെ ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് ആ സ്ട്രെസ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ ഈ കൺവേർഷൻ മെക്കാനിസം ശരിയായ രീതിയിലല്ല നടക്കുന്നതെങ്കിൽ, അതായത് മെനിസ്കൽ റൂട്ട് ടിയേഴ്സ് ഒക്കെ ഉണ്ട്, ഇവിടെ ഒരു ഫോഴ്സിനെ കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ മെനിസ്കസിന് ഇല്ലെങ്കിൽ ഇത് കൂടുതൽ പ്രഷർ ആർട്ടിക്കുലർ കാർട്ടിലേജിലേക്ക് കൊടുക്കും. അവിടെ ജോയിൻറ്റ് കോണ്ടാക്ട് ഫോഴ്സ് എന്നുള്ളത് കൂടും. അതുകൊണ്ട് തന്നെ കാർട്ടിലേജിൽ തേയ്മാനങ്ങളൊക്കെ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇവിടെ ഈ അണ്ടർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള മെനിസ്കൽ റൂട്ട് ടിയേഴ്സ് ഒക്കെ ഒരുപക്ഷെ പാത്തോളജിക്കൽ ഇൻസഫിഷ്യൻസി ഫ്രാക്ചറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടിൽ പലപ്പോഴും കാണാറ് സബ് കോൺട്രൽ ഇൻസഫിഷ്യൻസി ഫ്രാക്ചർ എന്ന് പറഞ്ഞ് കാണാം. ഇതുപോലുള്ള മെനിസ്കൽ റൂട്ടിൽ ഇഞ്ചുറി ഉള്ള ആളുകൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസും ക്ലിനിക്കൽ ടെസ്റ്റും ഒക്കെ നോക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് സിംറ്റംസും കൂടി ഉള്ളതെങ്കിൽ അവർ സർജറിയിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാക്സിമം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസിനെ നമുക്ക് ഏർലി ആയിട്ട് തന്നെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഇഞ്ചുറി മെനിസ്കൽ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിലേക്കാണ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എല്ലാം നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ എടുക്കണം. ഈ മെനിസ്കസ് എന്തുകൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് അറിയാമോ? 70% മോസ്റ്റ്ലി വാട്ടറും 30% ഓർഗാനിക് മെറ്റീരിയലും കൊണ്ടാണ് മെനിസ്കസ് ഫോം ചെയ്തിരിക്കുന്നത്. മെനിസ്കസിന് ശരിയായ ഷേപ്പ് ഫോം ചെയ്യുന്നത് 14 വീക്ക് ഓഫ് ഗസ്റ്റേഷനിലാണ്. അതിനുശേഷം ഇത് പല രീതിയിലുള്ള വെസൽസിൽ നിന്ന് ന്യൂട്രിയൻസ് ഒക്കെ എടുത്തതിന് ശേഷം ഇത് ഹൈലി വാസ്കുലർ ആയിട്ട് തന്നെ തുടരും. അതിനുശേഷം ആഫ്റ്റർ ബർത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വാസ്കുലാരിറ്റി കുറഞ്ഞ് വരും. 9 മാസം ആകുമ്പോഴേക്കും മെനിസ്കസിൻ്റെ വാസ്കുലാരിറ്റി സെൻട്രൽ റീജിയനിലുള്ള വാസ്കുലാരിറ്റി കുറഞ്ഞ് വരും. അതിനുശേഷം ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മെനിസ്കസ് കംപ്ലീറ്റ്ലി അഡൾട്ട്സിൻ്റേത് പോലെ തന്നെ ആയി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 10 ഇയേഴ്സിന് എബോവ് ഒരു ഏജിലൊക്കെ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ എത്രത്തോളം ഹീലിംഗ് നടക്കും എന്നുള്ള കാര്യം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളിൽ ഈ ഒരു ഇഞ്ചുറി മാതാപിതാക്കൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പലർക്കും പ്രോപ്പറായിട്ടൊരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെ കൺസൾട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. മിക്കവരും കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ഇഞ്ചുറിയാണ്, അത് സാധാരണ രീതിയിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് വിചാരിച്ചിരിക്കും. എന്നാൽ അതിന് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് നേരത്തെ അറിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞതിനെ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭേദമാണ് അത് വരാതെ നോക്കുക എന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു സെൻട്രൽ തേർഡ് ഓഫ് ദ മെനിസ്കസ് ഒരു 9 മാസമൊക്കെ ആകുമ്പോഴേക്കും എവാസ്കുലർ ആവുന്നു അല്ലേ, അതായത് വാസ്കുലാരിറ്റി കുറഞ്ഞ് വന്നിട്ട് ഇല്ലാതെ ആവുന്നു. അപ്പോൾ എവിടെ നിന്നാണ് മെനിസ്കസിന് ന്യൂട്രിയൻസ് കിട്ടുക? സൈനോവിൽ ഫ്ലൂയിഡിൽ നിന്നാണ്. സൈനോവിൽ ഫ്ലൂയിഡിൽ നിന്നാണ് ഈ എവാസ്കുലർ ആയിട്ടുള്ള മെനിസ്കസിന് ന്യൂട്രിയൻസ് ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, മെനിസ്കസ് എന്താണെന്നും മെനിസ്കസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ലാറ്ററൽ മെനിസ്കസും മീഡിയൽ മെനിസ്കസും എന്താണെന്നും മെനിസ്കസ് മാത്രമല്ല മെനിസ്കസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെറിയ ലിഗമെൻറ്റ്സ് അതിനിടയ്ക്ക് ഉണ്ടെന്നും മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രധാനമായിട്ടും അറിയേണ്ട കാര്യം മെനിസ്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർപ്ഷൻ ആണെന്ന് നിങ്ങൾ പറയുമ്പോഴും ഇവിടെ ലിഗമെൻറ്റ്സ് ഉള്ളതുകൊണ്ടും മറ്റു ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ടും ലോഡിനെ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടും ഇവിടെ മെനിസ്കസിൻ്റെ ഓവറോൾ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്.
അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് മെനിസ്കൽ സർജറീനെ ഞങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് കാണുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സർജറിക്ക് ശേഷമുള്ള റീഹാബും അതനുസരിച്ച് തന്നെ മാറ്റം ഉണ്ടാവും, പ്രത്യേകിച്ച് ഏരിയ ഓഫ് ദ മെനിസ്കസ് അനുസരിച്ചിട്ട്. ഇവിടെ മെനിസ്കസ് ഇഞ്ചുറിയെ ഒരു കാരണവശാലും ഞങ്ങൾ ജനറലൈസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല. കാരണം മെനിസ്കസിനെ ഏറ്റവും കൂടുതൽ പ്രിസർവ് ചെയ്ത് നിർത്തണം. നിങ്ങൾക്ക് ഒരു റൂട്ട് ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അവിടെ റൂട്ട് ഇഞ്ചുറി ഉള്ള മെനിസ്കസിലാണ് നിങ്ങൾ സർജിക്കൽ റിപ്പയർ ചെയ്തിരിക്കുന്നത്, മെനിസ്കലിന് റൂട്ട് റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ സ്ട്രെസ്സിന് കൺവേർഷൻ മെക്കാനിസം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് capability വരുന്നിടം വരെ മെനിസ്കസിന് അങ്ങനെയുള്ള ആക്ഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു മെനിസ്കസിൽ റൂട്ട് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെസ്സിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ഹീലിംഗ് നടക്കുന്നിടം വരെ അവിടെ നമ്മൾ ഈ പറഞ്ഞ കൺവേർഷൻ മെക്കാനിസം വരുന്ന തരത്തിലുള്ള ഫോഴ്സുകൾ ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ACL റീകൺസ്ട്രക്ഷനും മെനിസ്കൽ സർജറിയും ചെയ്ത ആളുകൾ ഒരു കാരണവശാലും നോർമൽ റീഹാബ് പ്രോട്ടോകോൾ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പ്രത്യേകിച്ച് മെനിസ്കസിന് റൂട്ട് റിപ്പയർ ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകൾ കറക്റ്റായിട്ട് അതിനുള്ള എക്സസൈസ് അഡ്വൈസ് എടുത്തിട്ട് ഏതൊക്കെ ഫോഴ്സുകൾ അവോയ്ഡ് ചെയ്യണം, ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, ഏതൊക്കെ എക്സസൈസസ് അവോയ്ഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കി മാത്രം എക്സസൈസ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷനുമായിട്ട് മറ്റുള്ള വീഡിയോസിൽ കാണാം. അതുവരെ ബൈ.